ഒരു തോട്ട് മതി നമ്മുടെ ലൈഫ് മൊത്തത്തിലൊന്ന് മാറി പറയാനായിട്ട്. കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമുണ്ട്, പക്ഷേ കുഴപ്പമില്ല എന്ന് പറയുന്നവരെ നമ്മൾ ചെവി കൊടുക്കും. എല്ലാം ശരിയാവുമെന്ന് മാത്രമല്ല ഇത് പറയണത്, ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. പുള്ളി ഒരു പരിപാടി ചെയ്തു, പുള്ളി എല്ലാ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനെയും ബൈ ഔട്ട് ചെയ്തു. പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരാരുമില്ല. പല ആൾക്കാരും സ്വയം ജീവൻ തന്നെ ഉപേക്ഷിക്കുന്നത് അത്തരം അവസ്ഥകളിലായിരിക്കാം. There are other ways to deal with problems, obstacles. അവരവരുടെ പ്രശ്നം എപ്പോഴും അവനവന് വലിയൊരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ. ശ്യാം, യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. എൻ്റെ ഫേവറേറ്റ് ഓതർ എന്ന് പറയാനില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു ഫേവറേറ്റ് ഓതർ ആൻഡ് ഫേവറേറ്റ് സിദ്ധാന്തം. വീണ്ടും സ്റ്റോയിക് സിദ്ധാന്തം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബുക്ക് ഒബ്സ്റ്റക്കിൾ ഇസ് ദ വേ. ശ്രദ്ധിക്കണം എല്ലാവരും, ഒബ്സ്റ്റക്കിൾ ആണ് നമ്മുടെ മുന്നോട്ടുള്ള വഴി. റയൻ ഹോളിഡേ എന്ന ഫേമസ് ഓതർ എഴുതിയ ബുക്കാണ്. ഒത്തിരി ബുക്കുകൾ എഴുതിയ മനുഷ്യനാണ്. ഭയങ്കര ചെറുപ്പക്കാരനാണ്, പക്ഷെ എനിക്ക് പുള്ളിയുടെ ടോക്സും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി സ്റ്റോയിക് ആയതുകൊണ്ട്, പുള്ളിയുടെ സ്റ്റോയിക് ഒരു ഫിയർ സ്റ്റോയിക് ഫോളോവറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് 3 Idiots ആണ്. ഓൾ ഇസ് വെൽ. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പറയുന്ന പരിപാടിയാണ് ഓൾ ഇസ് വെൽ. പേടിക്കണ്ട. അതെ, അതിൻ്റെ ഒരു കീറി മുറിച്ച വേർഷനാണ് ഇത്. അതല്ല, ദാറ്റ്സ് നോട്ട് ദ വേ ടു ലീഡ് ലൈഫ് എന്നാണ് റയൻ ഹോളിഡേ ഈ ബുക്കിലൂടെ പറയുന്നത്. ഇപ്പം നിങ്ങൾ ലൈഫിൽ ഒരു ഒബ്സ്റ്റക്കിൾ വന്നിട്ട് കഷ്ടപ്പെടുവാണ്, മുന്നോട്ട് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ദിസ് ഈസ് ഫോർ യു. ദിസ് ഈസ് ദ വേ ഫോർവേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തിയതാണ് ഈ ചിന്തകൾ, ഈ രീതിയിലുള്ള ചിന്തകൾ. ഇപ്പം സ്റ്റോയിക്കുന്ന രീതിയിൽ പറയുവാണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് റയൻ ഹോളിഡേ പറയുന്ന പല കാര്യങ്ങളും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഈസ് ഇറ്റ് സംതിങ് ദാറ്റ് യു ക്യാൻ ചേഞ്ച് ഓർ ഇൻഫ്ലുവൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ, അതിൽ ബേസ്ഡാണിതും. സോ ശ്യാം, എങ്ങനെ ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നു? ഇങ്ങനത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബുക്കിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് ശ്യാം ലൈഫിലുണ്ടായത്? ഒബ്സ്റ്റക്കിള് ആണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം. നമ്മൾ പറഞ്ഞാൽ ഓൾ ഈസ് വെൽ നമ്മുടെ അടുത്ത് ആരും പറയാത്ത സമയത്ത് നമ്മൾ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ. പക്ഷേ ഓൾ ഈസ് വെൽ നമുക്ക് ചില നേരത്ത് വർക്ക് ചെയ്യില്ലല്ലോ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യില്ലേ കാര്യങ്ങൾ. ചില ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വെറുതെ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, ശരിയായിക്കോളും. നമുക്കറിയാം ശരിയാവില്ല അത്, പക്ഷെ നമുക്കിത് ശരിയാക്കി എടുക്കും വേണമല്ലോ. അങ്ങനെ ഉള്ള സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ഇത്തരം ബുക്കുകളിലൊക്കെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോണത്. ലിജിൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരാരുമില്ല, പക്ഷേ പ്രശ്നങ്ങളെ എങ്ങനെ നമ്മൾ നേരിടണു എന്നുള്ളതാണ് അതിലൊരു മെയിനായിട്ടുള്ളൊരു ഫാക്ടർ. ചിലപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ, ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോട്ട് മതി നമ്മുടെ ലൈഫ് മൊത്തത്തിലൊന്ന് മാറി പറയാനായിട്ട്. അത്തരം ഒരു 100 തോട്ട്സിൻ്റെ ഒരു കലക്കി വെച്ചേക്കണ പോലെയാണ് പൊതുവേ റയൻ ഹോളിഡേ ബുക്സും അല്ലെങ്കിൽ ഈ സ്റ്റോയിക് സിദ്ധാന്തം. ലിജിൻ പറഞ്ഞത് കറക്റ്റാണ്. ചില സമയത്ത് നമ്മൾ സ്റ്റക്കായി പോവാണ് ലൈഫിൽ. ഇനി എന്താണ് മുന്നോട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാത്ത അവസ്ഥകളുണ്ടാവും. അത്തരം അവസ്ഥകളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. പല ആൾക്കാരും സ്വയം ജീവൻ തന്നെ ഉപേക്ഷിക്കുന്നത് അത്തരം അവസ്ഥകളിലായിരിക്കാം. കാരണം നമുക്ക് ലൈഫിൽ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥകളാണ്. കാരണം ഓപ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിന് വേറെ രീതിയിൽ കണ്ടാൽ മതിയായിരിക്കാം, പക്ഷെ അത് നമുക്കറിയില്ല. കാരണം നമ്മൾ കാണണം നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു ടണല് എത്തി നിൽക്കണ പോലെ, അല്ലെങ്കിൽ ഒരു കറുത്ത ഏതോ ഒരു ലോകത്ത് എത്തി നിൽക്കുന്ന ഫീലിംഗ് ആയിരിക്കാം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കഥകളിലാണെങ്കിലും അവരവരുടെ പ്രശ്നം എപ്പോഴും അവനവന് വലിയൊരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും അതാണ് ലോകത്തെ ഏറ്റവും വലിയ ട്രൂത്ത് എന്ന് എനിക്ക് തോന്നുന്നത്. സ്വന്തം പ്രശ്നമാണ് ലോകത്തെ ഫോർ മീ. അതെ ആണ്. ഇപ്പോൾ അവരവരുടെ ചെറിയ പ്രശ്നം നമുക്ക് ചെറുതാണെങ്കിലും അതൊരു വലിയൊരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കണം 24 മണിക്കൂർ ഉറക്കത്തിലൂണിലും അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അതിനൊരു പോംവഴിയുണ്ട്. പ്രശ്നങ്ങളിനെ നമുക്ക് എങ്ങനെ ഒബ്സ്റ്റക്കിളാണ് ഇന്നത്തെ തടസ്സമാണ്, വാട്ട് ബ്ലോക്ക്ഡ് ദ പാത്ത്, എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അതിന് വഴിയാക്കി മാറ്റിയെടുക്കുക. അതാണ് ഈ ബുക്കിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം അതാണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകുന്ന കാര്യം അതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓൾ ഇസ് വെൽ എന്ന് മാത്രം പറയണ ഒരു ഉപദേശമല്ല, അല്ലെങ്കിൽ എല്ലാം ശരിയാവുന്ന മാത്രമല്ല ഇത് പറയണത്. ഇതൊരു ആക്ഷൻ ഓറിയന്റഡ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാന്നാണ് ഈ ബുക്ക് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമായിരിക്കും. പിന്നെ
ഒപ്പം തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസും വെച്ച് പറയണത്. കാരണം ഭൂമിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇത്തരം വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്, എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തതെന്നും വെരി ബ്രീഫിൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും പണ്ടൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് ചിലവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരാളോട് എനിക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലരുടെ അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾ പറയും കുഴപ്പമില്ല പോട്ടെ മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഐ ഡിഡ്ന്റ് നോ നമുക്ക് ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഓർക്കും ഓക്കെ പുള്ളി പറഞ്ഞ എനിക്ക് ആകെയുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ എനിക്ക് ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് ആ പറഞ്ഞ വാക്കാണ് ആളുടെ തെറ്റല്ല കേട്ടോ. ഹി ഈസ് ഡൂയിങ് ഫ്രം എവറി പീപ്പിൾ റിയാക്ട് വിത്ത് ദ റിസോഴ്സസ് ദേ ഹാവ് എന്നാണല്ലോ പറയുന്നത്. പുള്ളിക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ, പുള്ളി അത് വെച്ച് പറഞ്ഞു. ഞാനത് വെയിറ്റ് ചെയ്ത് പലപ്പോഴും ഒരാളുടെ കാര്യത്തിൽ പറഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് ചിലപ്പം പല കാര്യങ്ങളും നമ്മൾ ഇച്ചിരി പ്രശ്നം വഷളാവാറുണ്ട്. ഞാൻ ഇങ്ങനത്തെയുള്ള ഇതിൻ്റെ അപ്രോച്ച് മാറ്റിക്കഴിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ദർ ആർ അതർ വേസ് ടു ഡീൽ വിത്ത് പ്രോബ്ലംസ്, ഒബ്സ്റ്റക്കിൾസ്. ഇപ്പം റൈൻ ഹോളിഡേനകത്ത് പറയുന്നുണ്ട് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാത്ത് വേ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റിയ ഹൗ ടു ഡീൽ വിത്ത് എ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. ഹൗ ഇസ് ഇറ്റ്? ഞാൻ ലിജിൻ്റെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഞാൻ ചിലപ്പോൾ ചെയ്യാറുള്ള പോലെ ഇപ്പോൾ ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പ് ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു പ്രശ്നം ലിജിൻ്റെ മുമ്പിൽ വരികയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ലിജിന് ഒരു അസുഖം ഉണ്ടെന്ന് വന്നു. അതിനെ ലിജിന് എങ്ങനെയാണ് അതൊരു ഒബ്സ്റ്റക്കിളാണ് അല്ലെങ്കിൽ അതൊരു തടസ്സമാണ് ലൈഫിൽ. അതിനെങ്ങനെയാണ് ലിജിൻ റെസ്പോണ്ട് ചെയ്ത് വരുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ ലിജിൻ്റെ ഒരു പാത്ത് വേ എന്തായിരുന്നു? ഈസ് ടു ഇഗ്നോർ. ലൈക്ക് ഒന്ന് നമ്മളോട് തന്നെ പറയുന്നു ഇത് വലിയ കുഴപ്പമില്ല, മരുന്ന് കഴിക്കുക, ഈസി ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുക, ഇതിന് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അത് കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമുണ്ട്, പക്ഷേ കുഴപ്പമില്ല എന്ന് പറയുന്നവരെ നമ്മൾ ചെവി കൊടുക്കും, കുഴപ്പമുണ്ടെന്ന് പറയുന്നവരെ നമ്മൾ ഇഗ്നോർ ചെയ്യും. എന്നിട്ട് കുഴപ്പമില്ലായ്മയിലൂടെ ഇതെങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു തിൻ ലൈനിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് എവിടെയെങ്കിലും വീഴുമെന്ന് നമുക്കറിയാം, യു നോ ഇറ്റ്, ബട്ട് നമ്മൾ ആ ചിന്തേനെ ഇഗ്നോർ ചെയ്യും. ഇതിന് വേറൊരു വഴി ഉണ്ടെന്ന് അറിയാമെങ്കിലും നമുക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആ വഴി ബുദ്ധിമുട്ടുള്ളതെന്നറിയാം, പക്ഷേ അത് ചൂസ് ചെയ്യണ്ട എന്നാണ് കൂടുതലും ആളുകൾ പറഞ്ഞ മരുന്ന് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഐ കുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ഞാനത് ചെയ്യാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നത്തിന് ചുറ്റും ലിജിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറി ഒരു സ്റ്റോറി ലിജിൻ ഇപ്പോൾ ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. എനിക്ക് ചിലപ്പോൾ മരുന്ന് കഴിച്ചാൽ മാറാം, അതൊന്നും റിയാലിറ്റി ആയിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചാൽ മാറുണ്ടാവില്ലായിരിക്കാം. ആൾക്കാരുടെ അടുത്തേക്ക് പോവാം, ആൾക്കാരുടെ സംസാരിക്കാം, ആളുകളുടെ അടുത്ത് ചോദിക്കാം. അതെല്ലാം നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ സറൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ മനുഷ്യനും ഒരു പ്രശ്നത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കണത് നമ്മൾ ആ പ്രോബ്ലത്തിന് ചുറ്റും ഒരു കഥ ഉണ്ടാക്കുകയാണ്. നമ്മളെ തന്നെ മനസ്സുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കുകയാണ്, അല്ലെ? ആ ഒരു സ്റ്റോറി ആയിരിക്കാം നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്ത് നരേറ്റ് ചെയ്ത സ്റ്റോറി ആയിരിക്കാം പ്രശ്നത്തിനേക്കാളും വലുത്. പിന്നെ നമ്മുടെ പ്രശ്നം ഈ പ്രശ്നമല്ല, സ്റ്റോറിയാണ്, നമ്മൾ ഉണ്ടാക്കിയ സ്റ്റോറിയാണ് നമ്മൾ പിന്നെ ഹോണ്ട് ചെയ്യാൻ പോണത്. നമ്മളെ സ്റ്റോറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കാരണം നമ്മളുണ്ടാക്കിയ സ്റ്റോറിയാണ്. അതെ, ആ സ്റ്റോറി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും ചിന്തിച്ച് വഷളാക്കാൻ കഴിവുള്ള കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഒരു സ്റ്റോറി വലുതായിക്കൊണ്ടേയിരിക്കും. ആ പ്രശ്നത്തിനേക്കാളും അവനെന്ന മനുഷ്യനേക്കാളും ആ ഒരു സ്റ്റോറി വലുതാവുകയാണ്. അതൊരു സോർട്ട് ഓഫ് പെർസെപ്ഷനാണ്. അല്ലെങ്കിൽ നോർമലി നമ്മൾ കാണണ ഒരു പ്രശ്നത്തിന് അഭിമുഖീകരിക്കുന്ന രീതിയാണത്, അല്ലേ? അപ്പോൾ ഈ പാത്വേ എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് നമുക്ക് റൈൻ ഹോളിഡേ പറയണത്. ഒന്ന്, നമ്മൾ ആ പ്രോബ്ലത്തിനെ കാണണ പെർസീവ് ചെയ്യണ രീതി ഒന്ന് മാറ്റിയെടുക്കണം. ഒന്ന്, നമ്മൾ തിരിച്ചറിയണം നമ്മൾ അതിന് ചുറ്റും സ്റ്റോറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമല്ല, ഒരസുഖത്തിന് അല്ലെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും നോർമൽ ആകുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുകയാണ് ഓക്കെ അല്ല അബ്നോർമലാണ് നമുക്ക് തോന്നുമ്പോൾ ഓക്കെ ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പോണത്, ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റോറിയിലാണ് പിന്നെ ജീവിക്കുന്നത്. നമുക്ക് ആ പ്രശ്നത്തിനെയും സ്റ്റോറിനെയും തിരിച്ച് മാറ്റി വേർതിരിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. പെട്ടെന്ന് ഓർമ്മ വന്നുള്ളത്, ഞാനത് എൻ്റെ ഒരു ബ്ലഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കൊളസ്ട്രോളും കൂടുതലായ കുറേ കാര്യങ്ങൾ കൂടുതലാണ്. അപ്പം തന്നെ പോയി വില്ല് ചെയ്തു, തീരുമെന്ന് ഉറപ്പാണ്. ഞാൻ ചെയ്തിട്ട് 2017 മറ്റോ എനിക്ക് ഇതുപോലെ ഒരു വയറുവേദന വന്നിട്ട് അസുഖം വന്നിട്ട് ഞാൻ വില്ല് എഴുതി. കാരണം ഞാൻ ഉണ്ടാക്കിയ സ്റ്റോറിയിൽ ഞാൻ നാളെ മരിച്ചു പോകും അല്ലെങ്കിൽ ഞാൻ തീർന്നു പോവാണ്. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും വേണം, അതെൻ്റെ സ്റ്റോറിയാണ്. എന്നാൽ ഇതിന് ഞാൻ പ്രോപ്പർലി ഗൈഡൻസ് എടുത്ത് ഡോക്ടറെ കണ്ട് കാര്യം പറയും ഇതൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോറി നമ്മളെക്കാളും വലുതാവാണ്. അപ്പൊ പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് എന്തോരം വലുതാ. ഇപ്പൊ ഞാൻ ലോയറിനെ കാണുന്നു, ബില്ല് എഴുതാൻ നോക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവാൻ പോണ എൻ്റെ ഫാമിലിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു. അതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു. ഞാൻ വീട്ടുകാരെ പേടിപ്പിക്കുന്നു, നമ്മളത് ക്യാരി ചെയ്യുന്നു ദിവസങ്ങളോളം. ഞാനിപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രശ്നം വരുമ്പോൾ നമുക്ക് അതിന് 2 ആക്കി മാറ്റാൻ നോക്കുക.
പ്രശ്നത്തിൻ്റെ പ്രശ്നമായിട്ടും നമ്മളുണ്ടാക്കുന്ന സ്റ്റോറി ആയിട്ടും മാറ്റി വെക്കാൻ പറ്റുക. അപ്പം തന്നെ നമ്മളൊരു ഒരു കൂൾ ഹെഡ് അപ്രോച്ച് എന്ന് പറയാം. നമ്മൾ പണ്ടൊരിക്കൽ ഒരു സ്റ്റോറി ചെയ്തില്ല റോക്കി ഫെല്ലറിന്റെ സ്റ്റോറി ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റോക്കി ഫെല്ലറാണ് ഏറ്റവും ഒബ്സ്റ്റക്കിൾസിനെ യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ, ഏറ്റവും വലിയ മില്യണർ. അത് കാരണം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ കാണാൻ വേറെ രീതി ഉണ്ടായിരുന്നു. എവിടെ കലാമിറ്റി ഉണ്ടാവണോ അല്ലെങ്കിൽ എവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവണോ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ച ഒരാളാണ് റോക്കി ഫെല്ലർ. ഉറപ്പായിട്ടും പുള്ളി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു വെച്ചാൽ പുള്ളി ഓയിൽ റിഫൈനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി ചെറിയ ചെറിയ കമ്പനീസ് തുടങ്ങി. അപ്പം പുള്ളിയുടെ ഓയിൽ പ്രൈസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അപ്പോൾ പുള്ളിയുടെ ഇൻഡസ്ട്രി നശിച്ചു പോകുന്നത് പുള്ളി ഒരു പരിപാടി ചെയ്തു. പുള്ളി എല്ലാ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിനെയും ബൈ ഔട്ട് ചെയ്തു. അങ്ങനെ അവസാനം പുള്ളിയുടെ വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറി. എന്നുവെച്ചാൽ ഇറ്റ്സ് എൻ ഒബ്സ്റ്റക്കിൾ. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളൊരു റെഡ് ഓഷൻ ബ്ലൂ ഓഷൻ എന്നൊക്കെ പറഞ്ഞ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ ഇൻഡസ്ട്രി റെഡ് ഓഷൻ ആകുമ്പോൾ എല്ലാവരും പാനിക്കായി ഓടും. നമുക്കാണെങ്കിൽ അയ്യോ എന്തോരം പേര്. അപ്പം ഒരിടത്ത് തന്നെ 2 പലചരക്കോടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യം പഴയ ഉണ്ടായിരുന്ന ആൾ പേടിക്കും. ഞാനങ്ങനെ എനിക്ക് അത് പറയാൻ കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളതാണ്. നമുക്ക് പക്ഷേ there is things that you can do to get out. അതാണ് റോക്കി ഫെല്ലർ ചെയ്തത്. ഹി ലുക്ക്ഡ് ഫോർവേഡ്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഇപ്പോൾ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം നമുക്ക് ജീവിതത്തിലെ പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പ്രശ്നം തീർക്കാനുള്ള ഒരു സാഗയാണ് ജീവിതം എന്നാണ് സ്റ്റോയിക്ക് പറയണത്. നമ്മൾ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്തേ പറ്റൂ, ഫേസ് ചെയ്തേ പറ്റൂ. അതിനെ പെർസീവ് ചെയ്യുന്ന രീതി മാറ്റിയാൽ മതി. ഇപ്പോൾ റോക്കി ഫെല്ലർ പ്രശ്നത്തിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. നമ്മൾ ആ ഒരു പെർസീവ് ചെയ്യുന്ന രീതിയിൽ മാറ്റേണ്ടത്. പ്രോബ്ലത്തിനെ കാണുന്നത് എങ്ങനെയാണ്, ഇപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അതിന് ചുറ്റും കഥ നമ്മൾ മെനയണത് എങ്ങനെയാണെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിനെ നമ്മൾ നരേറ്റ് ചെയ്യുന്ന സ്റ്റോറി ആയിട്ട് 100% മാറ്റി വയ്ക്കുക. നമ്മളൊരു സബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാന്നാണ് ചിന്തിക്കുക. അതൊരു പ്രശ്നമാണ്, അല്ല, ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു വലിയൊരു ഇഷ്യൂലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ കടന്നു പോകാൻ എന്നുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ നോക്കുക. അല്ല നമ്മൾ അതിന്റെ പുറകിൽ കഥ മെനയണ്ട എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓവർ തിങ്കിങ് കഥ മെനയണ എന്റെ തലച്ചോറിന്റെ അകത്ത് ഞാൻ കഥ മെനയണ ഒരാളവിടെ ഉണ്ട്. അതിന് നമ്മൾ തിരിച്ചറിയണം. അയാളെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രോബ്ലം വന്നു, നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്ന രീതി നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്തു എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പ്രോബ്ലത്തിനെ അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ അസുഖം ഞാൻ അസുഖത്തിനെ ഇങ്ങനെയാണ് കാണുന്നത്. എങ്ങനെയാണ് പറയുന്നത്, ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് വലിയ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതാണ് എൻ്റെ ലൈഫ് തീർന്നു എന്നുള്ള രീതിയിൽ കാണുന്നു. അപ്പോൾ ഞാൻ അതിനെ സബ്ജക്റ്റീവായിട്ട് കാണുന്നു. എങ്ങനെ എനിക്കൊരു അസുഖമുണ്ട്, ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി എനിക്ക് ചെയ്യാവുന്ന കുറേ സ്റ്റെപ്പുകളുണ്ട്. ട്രീറ്റ്മെന്റ്, എക്സസൈസ്, ഡയറ്റ്, എൻ്റെ മെറ്റബോളിക് ഇഷ്യൂ, ബ്ലഡ് പ്രഷർ ആട്ടോ എളുപ്പമുള്ള. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. അല്ലാതെ എനിക്ക് സ്ട്രോക്ക് വരും, എനിക്ക് കുറച്ച് സന്തോഷമായിട്ട് ജീവിക്കാം, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ സൈഡ് ചിന്തിക്കുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ ഷുഡ് ഡു? നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഴ്സ് ഒരു ആക്ഷൻ സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ഇപ്പൊ ലിജിൻ അങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ പ്രാക്ടിക്കലി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? ദർ ആർ തിങ്സ് യു ക്യാൻ കൺട്രോൾ ആൻഡ് യു കനോട്ട് കൺട്രോൾ. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ലിജിന് ചിലപ്പോൾ ഡോക്ടറെ പോയി കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ലിജിൻ ആ ഡോക്ടർ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, അവർ തരുന്ന അഡ്വൈസ് എടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് പ്ലാൻ പറയുകയാണെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ്. ഇപ്പോൾ സ്റ്റോയിക് ഫിലോസഫി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ഫോക്കസ് ഓൺ ദ ഗോൾസ്, ജസ്റ്റ് ഫോക്കസ് ഓൺ ദ പ്രോസസ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ സ്മോൾ സ്റ്റെപ്പ് എടുത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മളതിനെ ആ പ്രശ്നത്തിന് ഓവർകം ചെയ്യാൻ നോക്കാം. അതായത് അല്ലാതെ നമ്മൾ അതിനെ ഓക്കെ വലിയൊരു സംഭവമാക്കി മാറ്റാണ്ട് ഇത് പ്രാക്ടിക്കലി ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കാം. യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. എന്നിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്ത് 1 by 1 ആക്കിയിട്ട് മാറ്റി കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ ഇതിപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും കേട്ടോ, നിങ്ങൾ ബ്ലഡ് പ്രഷർ വലിയ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ, അതല്ല നമുക്ക് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ശ്യാം പറഞ്ഞതിനെ ഞാനൊന്ന് റീട്രേറ്റ് ഇതിലോട്ട് പറയുകയാണെങ്കിൽ, സോ ഞാൻ ഡോക്ടറെ പോയി കാണുന്നു, എന്നോട് പറയുന്നു ഡയറ്റ് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറയുന്നു. ഞാൻ ആ ബ്ലഡ് പ്രഷർ മാറ്റണം എന്നുള്ള വലിയ ഗോളിലേക്ക് ഒത്തിരി ഫോക്കസ് ചെയ്യാതെ ഈ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യാന്ന് ചിന്തിക്കുക. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി അത് മാറും. ഇപ്പോൾ ഡു വാട്ട് വർക്ക്സ്, അതായത് എന്താണ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡോണ്ട് ഡു വാട്ട് യു സപ്പോസ് ടു വർക്ക്. നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക.
അല്ലേ? അതൊരു വേറെ ലെവൽ സ്റ്റോയിക് ഫിലോസഫി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് സ്റ്റോയിക്ക് പറഞ്ഞാൽ മതി, ഇരുന്ന് പോകും. എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വിചാരിക്കേണ്ട കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഹിസ്റ്റോറിക്കലി ഇപ്പോൾ നമ്മൾ റോക്കിഫെല്ലറിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ പ്രശ്നത്തിനെ ഏറ്റവും മാജിക്കലി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഗാന്ധിജി. ഗാന്ധിജിക്ക് മുമ്പിൽ വന്ന വലിയ പ്രശ്നത്തിനെ അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒബ്സ്റ്റക്കിളിനെ അദ്ദേഹം അതിൻ്റെ ഒരു പാത്ത് വേക്ക് മാറ്റിയെടുത്തു. അഹിംസ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സമര രീതി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ബോഡീനെ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിൽ കൂടെ കടത്തി വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ച കാര്യം നടത്തി. അപ്പോൾ ഒബ്സ്റ്റക്കിളിനെ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹിസ്റ്റോറിക്കലി മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം വാട്ട് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്? ഞാനിപ്പോൾ നമ്മളിപ്പോൾ ആക്ഷൻസ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഓഫ് കോഴ്സ് ഒരു വിൽ പവർ. ഇപ്പോൾ നമുക്കൊരു സസ്റ്റെയിൻ ചെയ്യുക, അതായത് നമ്മളാ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതി മനസ്സിലാക്കി പിന്നെ അതിനെ സസ്റ്റെയിൻ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വിൽ പവർ ആണ് നമ്മൾ റെസിലിയൻസ് എന്ന് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഉണ്ടാവുക. ആ റെസിലിയൻസ് ആണ് അതിൻ്റെ കീ. ഇപ്പോൾ ലിജിനെ ഒരു പ്രശ്നത്തിൽ നിന്ന് കടന്നു പോകുന്ന ഇപ്പോൾ ഇത് ഇറങ്ങിപ്പോണ പാത്ത് അല്ലെങ്കിൽ നമ്മളൊരു റെസിലിയൻ്റ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും. സ്റ്റോയിക്കിൻ്റെ ഒരു വെരി ഇൻറ്റൻഷനലിസ്റ്റ് ഒരു ഡീപ്പായിട്ടുള്ള സാധനമുണ്ട്, ലവ് യുവർ ഫെയ്റ്റ്. സ്വന്തം വിധിയെ ഇഷ്ടപ്പെടുക. ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് വി ഹാവ് ടു അക്സെപ്റ്റ് ഇല്ല. അത് ആ ഒരു എന്താണോ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഗുഡ് ഓർ ബാഡ്, അതിനെ എംബ്രേസ് ചെയ്യാം. അത് ഉറപ്പായിട്ടും. നമ്മൾ അത് മറന്നു പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങൾ പരീക്ഷ ചിലപ്പോൾ ചില മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ പല കാര്യത്തിലുണ്ട്, നമ്മുടെ ലൈഫിലുണ്ട്, ശ്യാമിൻ്റെ ലൈഫിലുണ്ട്, എല്ലാവരുടെ ലൈഫിലുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത പാത്ത് വഴി. അതുകൊണ്ട് എനിക്ക് ഈസിയാണ് പറയാം. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ വെരി 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 ഹൈ ബ്ലഡ് പ്രഷർ ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലാക്കി ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മരുന്ന് കഴിക്കണം ഫോർ ഇറ്റ് ടു ഗോ ഡൗൺ. എനിക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റണം. ഐ ഹാവ് ടു എക്സസൈസ്. ഐ ടുക്ക് ആൻ ആക്ഷൻ. ഞാൻ പല കാര്യങ്ങളും ചെയ്തു, മരുന്ന് കഴിച്ചു ഇതെല്ലാം കുറച്ച് ഞാൻ എക്സിറ്റഡ്. അപ്പോൾ ഞാൻ വിൽ പവർ ഞാനത് ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ മതി എന്നുള്ളത് എക്സിറ്റ് ചെയ്തില്ല. ലിജിൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ലിജിൻ തിരിച്ചറിഞ്ഞ് എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ലിജിൻ നോക്കി. ലിജിൻ അതിനെ എക്സസൈസ് ആണ് ലിജിൻ അന്ന് എടുത്ത പാത്വേ, സോർട്ട് ഓഫ് ലിജിൻ റണ്ണിങ് എക്സസൈസ് ആണ് ലിജിൻ്റെ പാത്വേ. ലിജിൻ ആ ഒബ്സ്റ്റക്കിളിനെ ലിജിൻ്റെ പാത്താക്കി മാറ്റി. നമ്മൾ ആ ബുക്കിന്റെ കഥയിലേക്ക് ഹെഡിങ്ങിലേക്ക് തിരിച്ചു വന്നു. ഒബ്സ്റ്റക്കിൾ ഈസ് ദ വേ. ലിജിൻ ഇപ്പോൾ റണ്ണറായി മാറി. എന്താണോ ലിജിനെ തടസ്സപ്പെടുത്തിയത് അതിനെ ലിജിന്റെ പാത്വേക്ക് മാറ്റിയിരുന്നു. ഇപ്പൊ അത് നമ്മുടെ തന്നെ പല നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ അങ്ങനെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ ആയിരുന്നു നമുക്ക് സമയമില്ല, നമുക്ക് നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. വി വർ ഓൾവേസ് സാഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ അതിന്റെ അപ്പർ സൈഡ് എന്താണെന്ന് ചിന്തിച്ചപ്പം ഓക്കെ വി കുഡ് ഡു സംതിങ് ഫോർ അവർ സെൽഫ്. നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ഇറങ്ങി ഞാൻ വി ബിക്കേം ഓൺട്രപ്രനേഴ്സ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ സ്റ്റോയിക്സ് പറയുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ സിമിലർ ആയിട്ട് ഒബ്സ്റ്റക്കിൾ വന്നിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിരി കൂടി വി ഫീൽ വാല്യൂഡ്. അപ്പോൾ നമ്മുടെ പ്രശ്നം ചെറുതാവും. സത്യമായിട്ടും. അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നം നമ്മൾ അതിനെ പർപ്പസ്ഫുള്ളി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അവരുടെ പ്രശ്നം വലുതാവും. അതായത് നമ്മുടെ പ്രശ്നം സ്വാഭാവികമായിട്ട് ചെറുതാവുകയാണല്ലോ. അപ്പോൾ നമ്മൾ സിമിലർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ സിമിലർ ഇഷ്യൂസ് കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ജീവിതത്തിൽ വാല്യൂ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അല്ല അവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുത്താൻ നോക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ പ്രശ്നത്തിന് ഓവർകം ചെയ്തു എന്നാണല്ലോ. അപ്പോൾ അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ്. എനിക്കൊന്ന് നമ്മൾ എപ്പോഴും മടിക്കുന്ന ഒരു കാര്യം അതാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ സക്സസ് ഷെയർ ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇറ്റ്സ് ഈസി ടു സേ. ഇപ്പം നമ്മളാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ when you get out of it there is 100 things that we were not successful in. പിന്നെ ഞാനും അങ്ങനെ ചെയ്യാറ്. ഇപ്പം എനിക്കൊരു കാര്യം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ റീച്ച് ഔട്ട് ടു someone who has done it. ലിജിൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഒബ്സ്റ്റക്കിൾ എന്താണ്, അല്ലെങ്കിൽ ലിജിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ഇതേവരെ പ്രശ്നത്തിലല്ലാത്ത ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ലിജിനെ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഏതെങ്കിലും ഒരു ബിഗ് പ്രോബ്ലം എന്താണ്? ലിജിൻ പറഞ്ഞു ആദ്യം ഇങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലിജിൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൺ തിങ് എന്തായിരിക്കും? എൻ്റെ ഇഞ്ചുറീസ്. നമുക്ക് ഫിസിക്കൽ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു സൈക്കോളജിക്കൽ ലെവൽ, അല്ലെങ്കിൽ ലിജിനൊരു വലിയൊരു ഗോൾ ഉണ്ട്, സംതിങ് ഓക്കെ യു ഹാവ് ബീൻ ട്രൈങ് ടു ചേഞ്ച് ഫോർ എ വൈൽ, എന്നാൽ ലിജിന് അതൊരു തടസ്സമായിട്ട് മാറി നിൽക്കുകയാണെന്നെങ്കിൽ അതെന്തായിരിക്കാം?
ഈസി ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓവർ തിങ്കിങ് ചെറിയൊരു പ്രശ്നങ്ങളാണ്. ഐ സ്റ്റിൽ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് കയറുന്ന പരിപാടി എനിക്ക് സ്റ്റോയിക്കൊക്കെയാണ് ഞാൻ, പക്ഷേ ചില ദിവസം കൈവിട്ട് പോകും. അതുകൊണ്ടുള്ള ഇപ്പം ഐ ഓൾവേസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്. ചിലപ്പോൾ അങ്ങനെ പോകും കുറച്ച് നേരത്തായിട്ട്, പക്ഷേ ഐ ബിലീവ് ഇൻ ടൈം. നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്യാറില്ലാണ്. അപ്പോൾ എനിക്ക് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണെങ്കിലും, ബട്ട് ഐ ബിലീവ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ കുറച്ചാൾ മേക്സ് നോ ഡിഫറൻസ് ഇൻ ലൈഫ്. അതാണ് ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം. അതായത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിന് ലൂപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു എന്താ പറയുക, നമ്മളിത് പറയുകയാണെങ്കിൽ ആക്ഷനാണ്. ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് എ പ്രോബ്ലം. ഞാൻ എൻ്റെ പെർസെപ്ഷൻ മാറ്റി, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ നമ്മളൊരു കോൺവെർസേഷൻ നമ്മൾ അങ്ങനെ സംസാരിച്ചത് ഒരു പ്രശ്നത്തിന്റെ ചുറ്റും നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന രീതി. ഇപ്പോൾ ലിജിൻ പറഞ്ഞതനുസരിച്ച് ലിജിൻ ആ പ്രശ്നത്തിനെ ഒരു സബ്ജക്റ്റീവായിട്ട് വേറൊരാളായിട്ട് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ലിജിൻ ഒബ്സർവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ലിജിന് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളുണ്ട്, ഞാൻ ഈ പ്രശ്നത്തിന് കോംപ്ലിമെന്റ് ഓരോ പ്രശ്നത്തെയും ഞാൻ പല പ്രശ്നങ്ങളെയും നമ്മൾ ഒത്തിരി ഇതാവേണ്ട കാര്യങ്ങളെ ഞാൻ ചുമ്മാ ഇതായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കുറച്ച് എക്സാഗറേറ്റ് ചെയ്ത് ചിന്ത ചെയ്ത് അതിന്റെ ചുറ്റും കാട് കയറി പോകണം. പക്ഷെ ലിജിൻ ഇപ്പൊ അതിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ആയി മാറി. അല്ല, ലിജിൻ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ ഐ സ്റ്റാർട്ടഡ് ടു റീഡ് അബൌട്ട് ഇറ്റ്. എനിക്ക് ഇപ്പം വെരി ഈസിലി ആക്ഷനബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. സോ അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഐ എം തിങ്കിങ്, ഞാനപ്പോൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോ കാര്യങ്ങൾ പരീക്ഷിക്കും അണ്ടിൽ ഇറ്റ്സ് സക്സസ്ഫുൾ. ബട്ട് അതൊരു ഫണ്ണാണ് ഇപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൂപ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ അറിയാൻ അറിയാതെ ഫേസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പഠിച്ചു. ഓവർകം ചെയ്യാൻ ഫസ്റ്റ് ഇതിനകത്ത് പറഞ്ഞ 3 സ്റ്റെപ്പ് തന്നെ പെർസീവ് ചെയ്തു അതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട്. then I found a way to work it around, having the willpower to ചിലപ്പോൾ ഫെയിൽ ആവും, trying to change it. ഇപ്പോൾ ഓരോ കാര്യം ഒറ്റയടിക്ക് രക്ഷപ്പെടണമെന്നില്ല. അപ്പോൾ ഞാൻ ചില ദിവസം യു സ്റ്റിൽ ഗെറ്റ് ഇൻ ടു തന്നെ. അപ്പോഴും ഞാൻ ഓർക്കും ഇറ്റ്സ് ഓക്കെ ഞാൻ പറയും നമ്മൾ അടുത്ത ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഐ വിൽ ട്രൈ സംതിങ് എൽസ്. സോ ബേസിക്കലി എനിക്ക് സേവ് ചെയ്യേണ്ട ടൈമാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ച സമയം കളയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതിനെ ഒരു പ്രാക്ടിക്കലി നമുക്ക് ഫേസ് ചെയ്യാവുന്ന, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനെ 100% ആയിട്ട് പറ്റത്തില്ല. ഹ്യൂമൻ ലൈക്ക് യു ഓൾവേസ് ഗോ ത്രൂ ചേഞ്ച്. ഇപ്പൊ ലിജിൻ ആ ഒബ്സ്റ്റക്കിളിനെ ലിജിൻ ഒരു പാത്വേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും. എനിക്ക് പണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ഐ റീഡ് എന്നുള്ള കാര്യങ്ങൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ റാൻഡമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഷാമിനോട് ചോദിക്കും നല്ല ബുക്ക് ഏതാ, ഞാൻ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞു, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ബുക്ക്. പക്ഷേ ഇപ്പോൾ രസാ ബുക്ക്. ഞാൻ ഇന്നലെ ജീവനോട് ചോദിക്കും, എൻ്റെ വൈഫിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിന് മാത്രം ഞാൻ ഇരുന്ന് വായിക്കുക, ഫോണൊക്കെ സൈഡിൽ ഫോൺ അടിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അത് ഭയങ്കര കോൺസെൻട്രേഷൻ ആണെന്ന്. ബിക്കോസ് ഞാൻ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇപ്പോൾ എനിക്ക് റീഡിങ്ങിന് സ്പീഡായി. എനിക്ക് ഐ ഹാവ് എ ലക്ഷ്യം, ലൈക്ക് ഐ ഹാവ് എൻ എയിം. ഞാൻ ഐ ഫൈൻഡിങ് എ വേ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ ഹാവ് എ ഗോൾ. അതെ, ഐ തിങ്ക് ലിജിൻ ആ പ്രോബ്ലം ഉണ്ടെന്ന് ലിജിൻ തിരിച്ചറിയണു. ആ പ്രോബ്ലത്തിനെ പെർസീവ് ചെയ്യുന്ന രീതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നു. അതിന് യു ആർ ആക്ടിങ് ഓൺ ഇറ്റ്, യു ആർ ചേഞ്ചിങ് ഇറ്റ്, ഒരു വിൽ പവർ ഉപയോഗിച്ച്. അപ്പോൾ ഈ ബുക്ക് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ഒബ്സ്റ്റക്കിളിനെ മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, 2 ഒബ്സ്റ്റക്കിളിനെ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒബ്സ്റ്റക്കിളാണ് നമ്മുടെ പാത്ത് വേ. ഇപ്പൊ ലിജിന്റെ ആ ഒരു സ്റ്റോറി തന്നെ, ലിജിൻ യു ആർ ലേണിംഗ് എ സ്കിൽ ഈ വഴി കൂടെ. അതെ, ഇപ്പൊ അതിന് അതേപോലെ തന്നെ ആയിരിക്കും ലിജിന് വരാൻ പോണ എല്ലാ പ്രശ്നങ്ങളെയും അനലൈസ് ചെയ്യാൻ പോണത്. കാണുന്നു, ഓക്കെ, ഇതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുന്നു, അതിനെ പറ്റി ചുറ്റി പറഞ്ഞാണ്ട് അത് ഇത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും യു വിൽ ലേൺ ടു മേക്ക് എ വേ ത്രൂ ദാറ്റ് ഒബ്സ്റ്റക്കിൾ. അതിപ്പോൾ ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ ബ്ലഡ് പ്രഷറിൻ്റെ അതാണ് എൻ്റെ ആദ്യത്തെ, that's the first place where I made an obstacle work. അപ്പം അത് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ആ രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. റയൻ ഹോളിഡേ പറയണത്, സ്റ്റോയിക്സ് പറയുന്നത്, നമ്മളെ എത്രയും ബിഗർ ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ലൈഫ് അതായിരിക്കാം. കാരണം നമുക്ക് ഈസിയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം ലിജിന് ഒബ്സ്റ്റക്കിളാണ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും. ചിലയിടത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ചിലർ ആ ഗ്രൂപ്പിലേക്ക് വന്ന് ഞാൻ സ്റ്റോപ്പ്, ഞാനോട് പറയും, ഞാൻ എന്നോട് ഫിസിക്കലി പറയും സ്റ്റോപ്പ് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഐ വിൽ ടേക്ക് ഡീപ് ബ്രെത്ത് ആൻഡ് ഔട്ട്. എന്നിട്ട് ഞാൻ ചിന്തിക്കും വാട്ട് ഐ ആം ഡൂയിങ്. അതെ, ഇതിന് പറയണ പേരാണ് യു കൺട്രോൾ യുവർ ഇന്റർപ്രിട്ടേഷൻ. ഒരു പ്രശ്നത്തിനെ ലിജിൻ ഇന്റർപ്രറ്റ് ചെയ്യണ രീതി സ്റ്റോപ്പായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ ഒരു കേൾക്കുന്ന ആളാണെങ്കിലും ഒരു വലിയൊരു ഇഷ്യൂ വന്നു,
അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണ രീതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റിയിട്ട് നമ്മൾ അതിനെ എങ്ങനെ പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യാം, അതിനെ ലേൺ ചെയ്യാം, ഒബ്സർവ് ചെയ്യാം, നമുക്ക് എന്ത് ആക്ഷൻ നമുക്ക് എടുക്കാം, എന്നിട്ട് നമ്മൾ അതിനെ റെസിലിയൻ്റ് ആയിട്ട് കൊണ്ടുപോയിക്കുകയാണെങ്കിൽ യു ആർ ദ വിന്നർ അല്ലേ. അതേപോലെ തന്നെ മാറ്റിയെടുത്താണ് ഞാൻ ഈ ദ വേ ഐ ടോക്ക് ഡ്യൂറിങ് പോഡ്കാസ്റ്റ്. നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചാണത്. ബിക്കോസ് ഐ പുട്ട് ഡെലിബറേറ്റ് എഫേർട്ട് ടു ഒരു എൻഗേജിങ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് സംസാരിക്കാനായിട്ട്. വേർ ഐ സ്റ്റാർട്ടഡ്, നമ്മൾ രണ്ടുപേരും സ്റ്റാർട്ടഡ്, വി ഹാഡ് ട്രബിൾ ടു ലുക്ക് അറ്റ് ദ ക്യാമറ. സോ അവിടുന്ന് പഠിച്ച് ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 100 കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ആണെങ്കിലും മൈക്ക് സാധനങ്ങളെല്ലാം വി ലേൺഡ്. There was an obstruction, we learned about it and action. അതാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി. ഇപ്പം നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു സ്കില്ലാണ് അതെല്ലാം. അപ്പോൾ അത്തരം മോർ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമ്മളൊരു മാസ്റ്റർ സ്കിൽഡ് ആണ്. യു ആർ എ മാസ്റ്റർ ഇൻ സോൾവിങ് പ്രോബ്ലംസ്, സോൾവിങ് ദ ഒബ്സ്റ്റക്കിൾസ്. യു ആർ ദ വിന്നർ. ടെൻഷൻ കുറവാ, നമുക്ക് ഈസിയാണ്. എനി ന്യൂ ഒബ്സ്റ്റക്കിൾ ഈസ് സ്ട്രെസ്ഫുൾ. ഫസ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ അതാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇരുന്നിട്ട് ആ സ്റ്റോപ്പ് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ച് കാണുന്നതാണ് അതിൻ്റെ റിയൽ പിക്ചർ. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മറ്റേ കുതിര കയറി എവിടെ വെള്ളം പോകും. ഓക്കെ, വണ്ടർഫുൾ. ഇത് വെരി പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ആ ഒരു ലൂപ്പിലാവുന്ന ആളുകളാണ്, ഇപ്പോൾ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഇറ്റ്സ് എ ബുക്ക് ഫോർ യു. നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, നമ്മൾ ശ്യാമ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയോളജിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ. സോ നിങ്ങളിങ്ങനെയാണോ ഇപ്പോൾ ഒബ്സ്റ്റക്കിൾസിനെ ഫേസ് ചെയ്യുന്നത്? ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, സത്യം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിലാണെങ്കിൽ അതും ഒന്ന് പറയുക. കാരണം ഇത് കാണുന്ന ആളുകൾ മിക്കവാറും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ആളുകളും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കിത് വലിയൊരു ഇതായിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് ഞങ്ങൾക്കും പഠിക്കാമല്ലോ. ഇതേപോലത്തെ വേറെ ഏതെങ്കിലും ബുക്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു രീതിയിൽ, വേറെ സിദ്ധാന്തം അല്ലെങ്കിൽ വേറൊരു ഐഡിയോളജി വായിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുന്നതെന്നും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി പെട്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളതിൽ കയറുക, നമുക്ക് ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിത്തിങ് എൽസ് പ്ലീസ് കമൻറ്റ്, പ്ലീസ് റീച്ച് ഔട്ട്, പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് ഷെയർ. അതായത് ചിലപ്പോൾ യു കുഡ് ചേഞ്ച് പീപ്പിൾസ് ലൈഫ്. ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ നിങ്ങൾക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾ നെക്സ്റ്റ് ബുക്കിൽ കാണുന്നവരെ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.